എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ദേ നമ്മളിപ്പോ എത്ര ചാപ്റ്റേഴ്സ് ആയല്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ എത്തി നിങ്ങളെ പഠിത്തമൊക്കെ? എക്സാം ആയപ്പോഴേക്കും എല്ലാരും ഉഴപ്പാണോ അതോ എല്ലാരും ഉഷാറിൽ പഠിക്കാണോ? എല്ലാരും ഉഷാറിൽ പഠിക്കാല്ലേ? മിസ്സിന് അറിയാം എല്ലാരും നല്ല ഉഷാറിലാണ്, എല്ലാരും നല്ല ആക്റ്റീവായിട്ടാ പഠിക്കുന്നത് നല്ലത്. അപ്പോൾ എല്ലാരും ആ ഒരു വേയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ നല്ല മാർക്ക് കിട്ടും. മിസ്സിന് ഉറപ്പാ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നും. അതേപോലെ തന്നെ നിങ്ങൾ ആ കോൺഫിഡൻസിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ചാപ്റ്ററാ പഠിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാ? ക്ലാസ് 10th 7th ചാപ്റ്റർ ആയ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് ഈസി വേയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറേ മെഷീൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെയാണല്ലേ സിമ്പിൾ മെഷീൻസ് എന്ന് പറയാ. സിമ്പിൾ മെഷീൻസിൽ നമ്മൾ എന്ത് പഠിച്ചു? ഇഫേർട്ടും ലോഡും പഠിച്ചു. അതായത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ ഇടുന്ന ഒരു ഫോഴ്സിന് എന്ത് പറയുന്നു? ഇഫേർട്ട് എന്നും. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ആ ഫോഴ്സ് ഓവർകം ചെയ്യുന്ന അതായത് ലോഡ് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അത് ഓവർകം ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോഡ് എന്നും പറയണ്ടാവുക അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിനെ കുറിച്ചൊക്കെ പഠിച്ചു. നമ്മൾ അത് ഓറിയന്റഡ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചല്ലേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്തായിരുന്നു? ലോഡ് ബൈ ഇഫേർട്ട് എന്ന് മിസ് പറഞ്ഞില്ലേ? അതെന്താ? റേഷ്യോ അല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോഡും ഇഫേർട്ടും തമ്മിലുള്ള റേഷ്യോ എന്നും പറഞ്ഞു. ആൻഡ് ഓൾസോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി യൂണിറ്റ് അല്ലേ. അതിനൊരു യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ. യൂണിറ്റ് ഒന്നും ഇല്ല. അപ്പൊ അതെന്താ? അതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അത് ഓറിയന്റഡ് ആയിട്ട് മിസ് എന്ത് ചെയ്തു? പ്രോബ്ലംസും ചെയ്യിപ്പിച്ചായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവറിനെ കുറിച്ചാണ്. എന്താണ്? ലിവർ. LEVER ആട്ടോ. LIVER അല്ലേ. എന്താണ്? LEVER. ഈ ലിവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണോ? പഠിത്തം എന്ന് കേൾക്കുമ്പോൾ ആർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിക്കല്ലോ, മനസ്സിലാക്കല്ലേ ചെയ്യണ്ടേ. അപ്പൊ എന്താ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ മിസ് പറയാൻ പോകുന്നത് എന്താന്ന് അറിയോ? നമ്മുടെ ആർക്കിമിഡിസ്റ്റ് അല്ലേ, ആർക്കിമിഡിസ്റ്റിന്റെ ഒരു ഫേമസ് തത്വമുണ്ട്. ഗിവ് മീ എ ലിവർ ലോങ് ഇനഫ് ആൻഡ് പ്ലേസ് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത്. അതായത് എനിക്കൊരു ലിവർ തന്നാൽ മതി, ഞാൻ എന്ത് ചെയ്യും? അതിൽ ഭൂമിനെ നല്ലോണം എടുത്ത് ചുറ്റിക്കുന്നു. അതായത് നമ്മുടെ ഒരു ഭൂമിനെ ചുറ്റിക്കാൻ പറ്റുമെന്ന് ഒരു ലിവർ വെച്ച്. അതെങ്ങനെയാല്ലേ? അതേവിടെ മിസ് കാണിച്ചടാ. കണ്ടോ? അതായത് ആർക്കിമിഡിസ്റ്റ് പറയാ ആ ഒരു ലിവർ വെച്ച്, അതായത് ഒരു വടീനെ നമ്മൾ എന്താ പറയാ? ലിവർ എന്ന് പറയാം. ആ ലിവർ വെച്ച് നമുക്ക് ഭൂമിനെ എടുത്ത് പൊക്കി കറക്കാൻ പറ്റുമെന്ന്. പോസിബിൾ ആണോ? നിങ്ങൾ ഓർക്കും പിന്നെ ഭൂമിനല്ലേ, പിന്നെ നടക്കണ കാര്യമല്ലാന്ന്. പക്ഷെ പറ്റും. അതിന് കുറച്ച് ടെക്നിക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ചെന്നിട്ട് നമുക്ക് ഭൂമിനെ എടുത്ത് പൊക്കാൻ പറ്റുന്നല്ല, പക്ഷെ അതിനും കഴിവുണ്ട്. നമ്മൾ ആർക്കിമിഡിസ്റ്റ് അങ്ങനെ പറയണമെങ്കിൽ വെറുതെ ഒന്നും ആവില്ലല്ലോ, ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവില്ലേ? അതെ, ആ പർട്ടിക്കുലർ റീസൺ ഉണ്ട്. അപ്പോൾ ഒരു സാധാ ലിവർ കൊണ്ട് നമുക്ക് ഒരു ഭൂമിനെ പൊക്കി അതിനെ കറക്കാൻ പറ്റും. അത് പോസിബിൾ ആണോ? ആണ്. അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പൊ നമുക്കറിയാം ലോഡ് എന്താന്ന് പറയാം, ഇഫേർട്ട് എന്താന്ന് പറയാം. അപ്പോൾ അത് തമ്മിൽ കണ്ടോ, പുതിയൊരു ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഫൾക്രം. എന്താണ്? ഫൾക്രം. അതായത് ഇത് നോക്കിയേ, ഒരു പോയിന്റ് ആണല്ലോ. ഇതാണ് ഇവിടുത്തെ ഫൾക്രം എന്ന് പറയേണ്ടത്. നമുക്ക് ഫൾക്രത്തിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യാം, പഠിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ? ഇഫേർട്ടും ലോഡിന്റെ സെൻട്രലായിട്ടാണ് ഒരു ഫൾക്രം, അതായത് ഒരു സപ്പോർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഫൾക്രം എന്താന്ന് ആദ്യം നോക്കാട്ടോ. എ ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് അറൌണ്ട് എ ഫിക്സഡ് പോയിന്റ് കോൾഡ് ഫൾക്രം. അതായത് ലിവർ എന്ന് പറയുന്നത് ഒരു റിജിഡ് റോഡാണ്. എന്താണ്? റിജിഡ് റോഡാണ്. അതെടുത്തിട്ട് ഒരു ഫിക്സഡ് പോയിന്റിൽ, ഈ റിജിഡ് റോഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫിക്സഡ് പോയിന്റിൽ വെച്ചു. ആ ഫിക്സഡ് പോയിന്റിൽ ഇട്ട് നമുക്ക് എന്ത് സാധനവും വേണേൽ റൊട്ടേറ്റ് ചെയ്യാമെങ്കിൽ ആ ഫിക്സഡ് പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ? ഫൾക്രം എന്ന് പറയണ്ടാവുക. അപ്പൊ നമ്മൾ ആർക്കിമിഡിസ്റ്റിന്റെ കേസിൽ നമ്മൾ നോക്കിയില്ലേ, കണ്ടോ? ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചാൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ അടുത്ത് പൊക്കി കറക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആക്യുറേറ്റ് പോയിന്റ് ആയിരിക്കണം. തോന്നിയൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെതായ സമയവും ഉണ്ടെന്ന് ദാസ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെതായ ഒരു പോയിന്റും ഉണ്ട്. ആ പോയിന്റിനെയാണ് എന്ത് പറയാ? ഫൾക്രം എന്ന് പറയണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങക്ക്?
ഓക്കെ. അപ്പൊ എന്താ, നെയിം ദ പൊസിഷൻ ദാറ്റ് സപ്പോർട്ട് ദ റോഡ് യൂസ്ഡ് ഇൻ ആസ് എ സിമ്പിൾ മെഷീൻ. എവിടെ, ഏത് പോയിന്റിലാണ് നമുക്ക് ആ വർക്കിംഗ് നടക്കണ്ടാവുക? ഏത് പോയിന്റാ? ഫൽക്രത്തിലല്ലേ. അതായത് ഒരു സിമ്പിൾ മെഷീൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലായിരിക്കുമല്ലേ നമ്മൾ ഇഫേർട്ടും ലോഡും കൊടുക്കുമ്പോൾ അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ പോയിന്റ് എന്താണ്? ഫൽക്രം എന്ന് പറയാം. ഫൽക്രം ഇസ് ദ പിവോട്ട് പോയിന്റ് ഓർ ദ പൊസിഷൻ ദാറ്റ് സപ്പോർട്ട് ദ റിജിഡ് റോഡ് ആൻഡ് അറൌണ്ട് വിച്ച് റൊട്ടേറ്റ്. അതായത് ഒരു റിജിഡ് റോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അവിടെയാണ് ആ പോയിന്റിലായിരിക്കും എന്ത്, അത് റൊട്ടേഷൻ, അതായത് അത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? സിമ്പിളാ. ഇതൊക്കെ എന്താ വലിയ കാര്യമുണ്ടോ? നമ്മളിപ്പോ എന്ത് സാധനം എടുത്താലോ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പോയിന്റ് വേണം. ആ പോയിന്റിൽ വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വസ്തു എന്താ പറയാ, ഇപ്പൊ ഞാനിതൊരു ആക്യുറേറ്റ് പോയിന്റിൽ വെക്കുന്നു. ആ പോയിന്റിൽ ഞാൻ ഇവിടെയും ഒരു സാധനം വെച്ചു, ഇവിടെയും ഒരു സ്ഥാനം വെച്ചു. ഈ ഒരു കറക്റ്റ് സെന്ററിൽ വന്നാലല്ലേ അത് കറക്റ്റ് ത്രാസ് പോലെ നിൽക്കുള്ളൂ. ഇത് സപ്പോസ് ഇത് ഇവിടെ ഞാൻ ഇതിന്റെ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങോട്ടോ നീക്കി വെച്ചാൽ, അതായത് ഈ സെന്റർ പോയിന്റ് ആയിക്കല്ലോ, അപ്പൊ അതിന്റെ ഫൽക്രം എന്ന് പറയണ്ട. അത് കിടന്ന് എനിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാലോ. പക്ഷെ ആ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഈ ഇതൊക്കെ നടക്കോ? ഇല്ല. ചിലപ്പോൾ ചരിഞ്ഞു, ചിലപ്പോൾ തലകുത്തി വെക്കും, ഒന്നും പറ്റില്ല. അപ്പൊ അത് കറക്റ്റ് പോയിന്റ്, ആ പോയിന്റ് ആണ് എന്ത്, ഫൽക്രം എന്ന് പറയണ്ട കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങക്ക്? ഓക്കെ. വേർ ഈസ് ദ ഫൽക്രം ഇൻ എ കോമൺ ബാലൻസ് ഓർ സീസോ? നിങ്ങൾ കണ്ടിട്ടില്ല സീസോ എന്താണെന്ന് അറിയാലോ. നമ്മള് കുഞ്ഞുനാള് തൊട്ട് നമ്മൾ എവിടെ പോയാലും, അതായത് ഒരു കളിക്കാൻ എവിടെ പാർക്കിലും, നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോയാലും എന്താ കുറേ സീസോ ഉണ്ടല്ലേ, കുറേ സീസോ അല്ലേ. ആ സീസോയിലൊക്കെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് എന്താ, അതായത് ഒരു സീസോ ആണെങ്കിൽ സീസോ ഇത് ഇങ്ങനെയാണ് സീസോ ഇരിക്കണ്ടാവുക. ഇതിനെന്താ കറക്റ്റ് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവില്ലേ? ആ സെൻട്രൽ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഈ സീസോ വർക്കിംഗ് കറക്റ്റ് ആയിരിക്കോ? സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് സീസോയുടെ ഇത് ഇവിടെ ഇരിക്കാം, സെൻട്രൽ പോയിന്റിലല്ല ഒരു മൂലക്ക വന്നിരിക്കണമെങ്കിൽ. അപ്പൊ ഒരാൾ അറ്റത്തും ഒരാൾ മുകളിലും സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം എന്താ, മര്യാദക്ക് വർക്കാവില്ല. അതിന് കറക്റ്റ് സെൻട്രൽ പോയിന്റിലായാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അത് വർക്കിംഗ് ആവുള്ളൂ, ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ, ഈ പോയിന്റ് ആണ് അതിന്റെ ഫൽക്രം എന്ന് പറയാം. അപ്പൊ സീസോയിലും നമ്മുടെ പിന്നെന്താ കോമൺ ബാലൻസ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ ത്രാസ്, അതിലൊക്കെ നമ്മൾ എവിടെ ഫൽക്രം കാണാൻ? സെൻട്രലല്ലേ. കാരണം എന്താ, സെൻട്രലിൽ വെച്ചാലല്ലേ അത് ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. ഒരു സപ്പോസ് ഒരു സൈഡിലേക്കോ ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ചാൽ അത് പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇൻ ബോത്ത് ദ കോമൺ ബാലൻസ് ആൻഡ് എ സീസോ ദ ഫൽക്രം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെന്റർ ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ഇഫേർട്ട്. അത് തന്നെ, ലോഡിനും ഇഫേർട്ടിന്റെയും നടുക്കായിട്ടാണ് എന്തുണ്ടാവുക, നമ്മുടെ ഫൽക്രം സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എവിടെയാണ്? ലോഡിനും ഇഫേർട്ടിനും നടുക്കായിട്ട്. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇഫേർട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അരിച്ചക്ക എന്തെങ്കിലും വെക്കുന്നു, അതാണ് ഇഫേർട്ട്. നമുക്ക് അതിങ്ങനെ അനങ്ങുന്നതാണ് നമ്മുടെ ലോഡ്. അപ്പൊ നടുക്കല്ലേ ഫൽക്രം ഉണ്ടാവുക? അതെ. അപ്പൊ അതിനെയാണ് നമ്മൾ അപ്പൊ അവിടെ ആയിരിക്കും എന്ത്, ഫൽക്രം എവിടെ ആയിരിക്കും? സെൻട്രലായിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങക്ക്? സെറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ ലിവർ ഇസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് അറൌണ്ട് എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ കിടന്ന് നമുക്ക് ആ വസ്തു ലിവറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ, ഫൽക്രം എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. മിസ് മലമറിക്കാനായിട്ട് ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും എന്നറിയില്ല, എക്സാമിനല്ല, നമുക്ക് +1 +2 ഉണ്ടാവും. നിങ്ങളൊരു വടി എടുത്തു കേട്ടോ. ഒരു ഭയങ്കര ഇത്രയും നീളമുള്ള ഒരു വടി എടുത്തു. ഒരു ഇതില് ഞാൻ എന്ത് ചെയ്തു, ഒരു കയറിട്ടു. കയറിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി. ഇതാണ് വടി എന്ന് വിചാരിക്കും. ഞാൻ ആ കയർ ഇങ്ങനെ ഇവിടെയാണ് കയർ കെട്ടിയിട്ടുണ്ട്. എന്താണ് ഇവിടെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കിടക്കോ? ഇങ്ങനെ നേരെ കിടക്കോ? ഇല്ല. കാരണം ഇതെന്താ, ചരിഞ്ഞല്ലേ കിടക്കുക. കാരണം ഞാൻ കെട്ടിയത് എന്താ, ഇവിടെയല്ലേ കെട്ടിയിട്ടുണ്ടാവുക. അത് ഞാൻ ഊരി ഇവിടെ കെട്ടി നോക്കി. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ അടക്കുമല്ലോ ഈ വടി. എന്താണ്, ഇങ്ങനെ അടക്കും. അപ്പൊ എന്താ, നമ്മൾ അതിന്റെ കറക്റ്റ് സെന്ററിൽ പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നു, അത് കറക്റ്റ് ആയിട്ട് നിൽക്കും അല്ലെ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുണ്ടാവും അല്ലെ. അപ്പൊ ആ വടിയുടെ സെന്റർ പോയിന്റ് എന്താണ്, ഫൽക്രം എന്ന് പറഞ്ഞൂടെ? ആ സെന്റർ പോയിന്റ് അല്ലേ എന്ത്, ഫൽക്രം എന്ന് പറയുന്നുണ്ടാവുക. ഇനി നിങ്ങൾ ഈ ഫുട്ബോളിലൊക്കെ നമ്മൾ ഈ ഫുട്ബോള് ഇങ്ങനെ കറക്കും അല്ലെ. മിസ്സിന് അറിയില്ല, പക്ഷെ എന്താ, ഒരു ബോൾ എടുത്താൽ നമ്മൾ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കും അല്ലെ. അതൊരു പ്രത്യേക കഴിവ്. അത് എല്ലാവർക്കും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുന്നവരുണ്ട്, പക്ഷെ മിസ്സിന് പറ്റില്ല കേട്ടോ. മിസ് എപ്പോൾ നോക്കിയാലും അത് എൻ്റെ മുഖത്ത് വന്ന് ഇടിക്കണം, അല്ലാണ്ട് അത് മര്യാദക്ക് കറങ്ങണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വേണ്ട, ബോൾ വേണ്ട. ഒരു ബുക്ക്, നമ്മളിപ്പോൾ പഠിക്കണ ബുക്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം.
സ്റ്റിൽ മിസ് പറയാം, ഒരു ബുക്ക് എടുത്തു, ചിലവരെന്ത് ചെയ്തു ആ ബുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ കറക്കും. അറിയില്ലേ നിങ്ങൾക്ക്? സെൻറ്ററിൽ പിടിച്ച് കറക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കും. കറക്റ്റ് അത് കറക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ച് നിർത്താനായിട്ടൊരു കഴിവുണ്ടാവും അല്ലേ? ഇല്ലേ? അപ്പം അതൊക്കെ എന്താ? അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ഒരു സാധനം കെട്ടിത്തൂക്കിയിടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ വിരലിൻ്റെ ഈ തുമ്പത്ത് കിടന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനിങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കുക. അതാണ് എന്ത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന്? Center of gravity is the point at which the entire weight of an object is concentrated to act. അതായത് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബുക്ക് ആയിക്കോട്ടെ, ആ ബുക്കിൻ്റെ കറക്റ്റ് പോയിന്റിൽ ആ സെൻറ്ററിൽ തന്നെ പിടിച്ചെന്ന് എന്ത് സംഭവിക്കുന്നു, ആ ബോഡിയുടെ ആ ബുക്കിൻ്റെ എല്ലാ വെയിറ്റും കൂടി ആ ഒരു ഒറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നല്ല കോൺസെൻട്രേറ്റ് ചെയ്യണേന്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇത്ര നമ്മുടെ ഈ കുഞ്ഞു വിരലുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബുക്കിനെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതിന് ഒരു കട്ടിയുള്ള ബുക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കറക്റ്റ് ആ പോയിന്റിൽ കൊണ്ടുവന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായോ? അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സാമിന് ചോദിക്കാം. നമുക്ക് ബോളിൻ്റെ കേസ് പറയാം, നമ്മുടെ ബുക്ക്, ഇതിനൊക്കെ എന്താ, എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ടു ആക്ട്. അതായത് ഒരു ബുക്കിന്റെ ഫുൾ ബോഡി എന്ത് ചെയ്യുന്നു, ആ ഒരു ഒറ്റ പോയിന്റിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെയാ നോക്കിയാ, നമ്മൾ ലിവറിനെ കുറിച്ച്, ഒരു റിജിഡ് ബോഡീനെ പറയണതാണ് ലിവർ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ലിവറിന് എന്തുണ്ട്, ഫൽക്രം. ലിവറിന് മാത്രമല്ല, ഫൽക്രത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത് അല്ലേ? ഒരു ലിവറിനെ എടുത്തു, അല്ലെ റിജിഡ് റോഡിനെ എടുത്തിട്ട് ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ പോയിന്റിന് നമ്മൾ എന്ത് പറയുന്നു, ഫൽക്രം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ബുക്കിന്റെ കേസിലായാലും ഒരു ബോളിന്റെ കേസിലായിട്ടൊക്കെ കേട്ടോ നോക്കിയിട്ടുണ്ടായത്. മനസ്സിലായല്ലോ? ഇത് നോക്കിയേ, ഇത് മിസ് നേരത്തെ പറഞ്ഞൊരു കേസ് തന്നെയാണ്. ഇത് നോക്കിയേ, ഒരു വടി ഉണ്ടല്ലേ, ഒരു വടിയിലെ ആ വടിയിലേക്ക് അതൊരു എന്തൊരു ബാലൻസ് ചെയ്യുന്ന സാധനമാണ്. അവിടേക്ക് എന്ത് ചെയ്തു, ഒരു സ്കെയിൽ ഇങ്ങനെ തൂക്കിയിട്ടു. എന്താണ് സ്കെയിൽ തൂക്കിയിട്ടു? എന്നിട്ട് എന്ത് ചെയ്തു, ഞാനൊരു വെയിറ്റ് കൊടുത്തു. എത്ര? 50 ഗ്രാം വെയിറ്റ് കൊടുത്തു. ആൻഡ് ഓൾസോ അപ്പം നമുക്കറിയാം, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അഫ്കോഴ്സ് എന്ത് പറ്റുന്നു, ഇതിങ്ങനെ താഴത്തേക്ക് വീഴും അല്ലേ, താഴത്തേക്ക് വീഴും. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ലോഡ്, കറക്റ്റ് ലോഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, അതും കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ, ഇത് കറക്റ്റ് സെൻറ്ററിലാണ് വെക്കുന്നെങ്കിൽ എന്താ, ഈ രണ്ടും ഇങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റ് താങ്ങി ഇങ്ങനെ നിൽക്കും. അതായത് കറക്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. അതായത് കോമൺ ബാലൻസ് പോലെ തന്നെ. 50 ഗ്രാമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ സെൻറ്റർ പോയിന്റും കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതേ നോക്കിയേ. അപ്പം ഇതെന്താന്ന് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഇഫേർട്ടും ഇതാണ് എന്താ, ലോഡ് കേട്ടോ. അപ്പം ഇതാണ് എന്താ അതിൻ്റെ ഫൽക്രം സെൻറ്റർ പോയിന്റിൽ അത് ബാലൻസ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് ആണല്ലോ, അതിനെന്ത് പറയാ, ഫൽക്രം എന്ന് പറയാം. ഫൽക്രം ഡിനോട്ടഡ് ബൈ എഫ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, the weight suspended first in considered as the load. The perpendicular distance from the load to fulcrum is load arm. അപ്പോൾ ഇത് നോക്കിയേ, കണ്ടോ, ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റാണ് മിസ് പറഞ്ഞിട്ടുണ്ട്, ഫൽക്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ, ഫൽക്രം എന്ന് പറയണ്ടായ. അപ്പൊ ഈ ഫൽക്രത്തിൽ നിന്നും ലോഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസിന് എന്ത് പറയുന്നു, ലോഡാം. എന്താണ്, ഫൽക്രത്തിൽ നിന്നും ലോഡിലേക്കുള്ള ആ ഡിസ്റ്റൻസിന് എന്ത് പറയുന്നു, ലോഡാം എന്ന് പറയുന്നു. അപ്പോ എന്ത് പറയുന്നു, ഈ ഫൽക്രത്തിൽ നിന്നും ഈ നമ്മുടെ ഇഫേർട്ടിന്റെ അത്രയും ഡിസ്റ്റൻസിന് എന്ത് പറയുന്നു, ഇഫേർട്ട് ആം എന്ന്. അതായത് ഫൽക്രത്തിൽ നിന്നും ഇഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയുന്നു, ഇഫേർട്ട് ആം എന്ന് പറയുന്നു കേട്ടോ. മനസ്സിലായല്ലോ എന്താണ് ലോഡാം, എന്താണ് ഇഫേർട്ടാം എന്ന്. അപ്പൊ ലോഡാമിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ, LA, ആൻഡ് ഇഫേർട്ടാമിനെ ഡിനോട്ട് ചെയ്യുന്നത് EA. കണ്ടോ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ലോഡാമും ഇഫേർട്ടാമും എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താ, ഇഫേർട്ട് എന്താണ്, ലോഡ് എന്താണ്, ഫൽക്രം എന്താണ്, ആൻഡ് ഓൾസോ ഇഫേർട്ട് ആം എന്താണ്, ലോഡ് ആം എന്താണ്. ഇത് 5ഉം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും ഇത് 5ഉം ഇമ്പോർട്ടൻറ്റും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടോ, ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലോഡ് ടു ഫൽക്രം ഈസ് ലോഡ് ആം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലോഡിൽ നിന്നും ഫൽക്രം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്താ പറയുക, ലോഡ് ആം കേട്ടോ. വാട്ട് ഈസ് ദ ലോഡ് ആം ഹിയർ?
ലോഡ് ഹാം നമ്മൾ എന്താ പറഞ്ഞല്ലോ, നമുക്ക് എത്ര ലോഡ് ഹാം ആ കേസിൽ എത്രയെന്ന് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഇഫേർട്ട് ടു ദ ഫൾക്രം നോട്ട്? എന്താ ഇഫേർട്ട് ആംന്ന്? ഇഫേർട്ട് ആം എന്താണ്? ലോഡ് ആം എന്താന്ന് മനസ്സിലായല്ലോ. അതേപോലെ ഇഫേർട്ടിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫൾക്രത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയാ, ഇഫേർട്ട് ആം എന്ന് പറയണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇഫേർട്ട് ആം നോക്കി. ഇനി അടുത്ത് നോക്കാം, ഹൗ മച്ച് ഈസ് ദ ഇഫേർട്ട് ആം ഹിയർ? ഇഫേർട്ട് ആം എത്രയെന്നു ഓൾറെഡി മിസ് പറഞ്ഞല്ലോ, നമ്മൾ കണ്ടല്ലേ. എന്താണ് ഇഫേർട്ട് ആം എത്രയെന്ന് കണ്ടോ? ലോഡ് ആം 25 ആണ്, അത് തന്നെയാണ് എന്ത് ഇഫേർട്ട് ആം കേട്ടോ. അതെത്രയാ? 25 സെന്റിമീറ്റർ. സിമ്പിളാ അല്ലേ? ഇതൊക്കെ സിമ്പിളാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇതിലൊക്കെ കാണുമ്പോ സിമ്പിളാ, പക്ഷെ എക്സാമിന് വരുമ്പോ എങ്ങനെയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ ഉള്ളൂ, എന്തിനാ അറിയാവണത്? നമുക്ക് എന്താ പറയാം, 25 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇഫേർട്ട് ആം നോക്കി, എന്താ ലോഡ് ആം നോക്കി കേട്ടോ. സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, കണ്ടോ? ഇതൊരു ടേബിള് ടേബിളിൽ തന്നേക്കുന്ന നോക്കിയേ, ലോഡും ഇഫേർട്ടും ലോഡാമും തന്നിട്ടുണ്ട്, ഇഫേർട്ട് ആമും തന്നിട്ടുണ്ട്. അത് ഇൻഡു ചെയ്തപ്പോഴേക്കും കിട്ടണം. ലോഡ് ഇൻഡു ലോഡാമ് 1250, ഇഫേർട്ട് ഇൻഡു ഇഫേർട്ട് ആമ് 1250. ഇത് നിങ്ങൾക്ക് ശരിക്കും എക്സ്പെരിമെന്റലി ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ഇതിലെ ചേഞ്ചസ് വരുത്തുന്നു. എന്താണ്? ഈ ഡിസ്റ്റൻസിന് നമ്മൾ ഒരെണ്ണം നീക്കി, ഇത് കാരണം സ്കെയിൽ ആണല്ലോ വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഐ തിങ്ക് +1 +2 ഉണ്ട്, എക്സാമിന് ഉണ്ട് പ്രാക്ടിക്കലില്. നല്ല രസം കേട്ടോ. നമുക്ക് ഇങ്ങനെ വെറുതെ നീക്കുക, താഴ്ത്ത് നോക്കുക, മെഷർ ചെയ്യുക, എഴുതാം. ഇതിങ്ങനെ നീക്കുക, മെഷർ ചെയ്യുക, നോക്കുക, എഴുതുക. ഇതൊക്കെ തന്നെയാണ്. വലിയ സിമ്പിളാണ്, ഭയങ്കര നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ചെയ്യാം. അപ്പൊ എന്താ മിസ് ആദ്യത്തെ കേസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്താ? രണ്ടാമത്തെ കേസിൽ ലോഡ് എത്ര കൊടുത്തത്? 17 ഗ്രാം ആണ്. ഇഫേർട്ട് എന്താ? 15 ഗ്രാം ആണ് കൊടുത്തിട്ടുണ്ട്. ലോഡാം 30 ആണ്. ഇഫേർട്ട് ആം എത്രയാണെന്ന് അറിയോ? മിസ് ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ 42 ആ കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര? 42. അപ്പൊ എത്രയാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലോഡ് ഇൻറ്റു ലോഡാമും ചെയ്യണം, ഇഫേർട്ട് ഇൻറ്റു ഇഫേർട്ട് ആമും ചെയ്യണം. ലോഡ് ഇൻറ്റു ലോഡാം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 × 3 എത്രയാ? 7 × 3 എത്ര? 21. പിന്നെ 2 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇനി എന്താ? ഇഫേർട്ട് ഇൻറ്റു ഇഫേർട്ട് ആം എത്രയാ? 50 × 42. അപ്പൊ എത്ര കിട്ടി? 50 × 42 ചെയ്യാം. വേണ്ട, 50 വേണ്ട, 42 × 5 ചെയ്യാം. 42 × 5 ചെയ്യുമ്പോൾ എത്ര? 10 20 21. എന്താ? 2100. കണ്ടോ സെയിം ആയല്ലേ? ഇനി അടുത്ത നോക്കാം. ഇത് എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി മിസ് ചെയ്യാൻ പോകുന്നത് എന്താ? ഇഫേർട്ട് ആം 70 ആണ്. എത്ര? 70 കൊണ്ടെന്ന് വെച്ചു. 70 കൊണ്ടെന്ന് വെച്ച് ഇഫേർട്ട് ആം 70, ലോഡാം ഇഫേർട്ട് ആണ് 70 എന്ന് വെച്ചേക്കുന്നത് കേട്ടോ. ഇഫേർട്ട് ആം 50, ഇഫേർട്ട് ആണ് 70 വെച്ചേക്കുന്നത്. അതേപോലെ ലോഡാം 35 ആണ്. ലോഡ് എത്ര വെച്ചേക്കുന്നത്? ലോഡ് എന്താ? സെയിം തന്നെ ആയിരിക്കില്ലേ? 70 തന്നെ ആയിരിക്കും. കാരണം എല്ലാ കേസിലും അത് തന്നെയല്ലേ. അപ്പൊ എന്താ? 70 തന്നെയാ. 70 × 35 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 × 35 നമുക്ക് ചെയ്തപ്പോഴേക്കും എത്ര കിട്ടി? 2450. ആൻഡ് ഓൾസോ എന്താ? 70 × 50 ചെയ്യുമ്പോഴേക്കും എത്ര കിട്ടും? നമുക്കറിയാം 3500. ഇത് ജസ്റ്റ് എക്സ്പെരിമെന്റൽ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. അതായത് 2 വെയിറ്റ് ഇങ്ങനെ തൂക്കിയിടുന്നു, ആ ഫൽക്കത്തിൽ നിന്നും ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലോഡാമും ഇഫേർട്ടാമും എന്ന് പറഞ്ഞത്. നമ്മളിടുന്ന ഇഫേർട്ടും അത് കൊടുക്കുന്ന ലോഡ്. ഓക്കെ സെറ്റ് അല്ലേ? അതിങ്ങനെ മാറ്റുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. അതെ, ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മളിപ്പോൾ ആദ്യം ഒരു 10 kg ഇട്ടു. 10 kg നമ്മൾ ഇത്രയും മൂലക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് കാര്യമില്ലാതെ താഴത്തേക്ക് ഇടും. അപ്പൊ നമ്മൾ എന്താണ്? ഫൽക്കത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിടണം. 20 ഇടുമ്പോൾ ഫൽക്കത്തിൽ നിന്ന് നീങ്ങിയിട്ടാലേ കറക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. കുറച്ച് അങ്ങനെ ഡിസ്റ്റൻസ് ഇഫേർട്ടാമും ലോഡാമും നീക്കുമ്പോഴാണ് നമുക്ക് എന്താ മനസ്സിലാവുക? അതിന്റെ ഫൽക്രമത്തിന്റെ കറക്റ്റ് പോയിന്റ് മനസ്സിലാവണ്ട. ജസ്റ്റ് ഫോർ എക്സ്പെരിമെന്റൽ ആണ്, മിസ് ഒരു എന്റർടൈനിങ് ആയിട്ട് വെച്ചെന്നുള്ളൂ. അപ്പൊ എന്താ? ഇത് സിമ്പിളാ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് അറിയാം നിങ്ങൾക്ക്? നമുക്ക് എന്താ നമ്മളിപ്പോ ചെയ്തത്? ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എന്ത് പറയാം?
ഇഫേർട്ട് ഇൻറ്റു ഇഫേർട്ട് ആം എന്ന് പറഞ്ഞൂടെ? ഇഫേർട്ട് ഇൻറ്റു ഇഫേർട്ട് ആം അല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എല്ലാ കേസിലും എന്താ അങ്ങനെയല്ല കണ്ടുപിടിച്ചത്? ഇഫേർട്ട് ആം എന്നുള്ളത്. സെറ്റാണല്ലോ. നമ്മളപ്പോൾ പഠിച്ചായിരുന്നു ലോഡ് ബൈ ഇഫേർട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. എന്താ ലോഡ് ബൈ ഇഫേർട്ട്? ഈ ലോഡിൻ്റെ അടുത്തേക്ക് ഇഫേർട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ലോഡ് ബൈ ഇഫേർട്ട് ഈക്വൽ ടു എന്ത് പറയാ? ഇഫേർട്ടാം അവിടെ തന്നെ ഇന്നു ലോഡാം അങ്ങോട്ടേക്ക് പോയല്ലേ? ഇഫേർട്ടാം ഡിവൈഡഡ് ബൈ എന്താ? ലോഡാം. ഇഫേർട്ടാം ഡിവൈഡഡ് ബൈ ലോഡാം. ഈ സാധനം നിങ്ങൾക്ക് എന്താന്ന് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചില്ലേ? എന്തായിരുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ? അതെ, എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഈ സൈഡിന് എന്ത് എഴുതാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇഫേർട്ടാം ഡിവൈഡഡ് ബൈ ലോഡാം. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് പുതിയൊരു ഇക്വേഷനും കൂടി കിട്ടിയില്ലേ? എന്താണ്? ഇഫേർട്ടാം ഈക്വൽ ടു എന്ത് കിട്ടി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇഫേർട്ടാം ഡിവൈഡഡ് ബൈ ലോഡാം ട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ എന്താ പഠിച്ച? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ ഇഫേർട്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് വേറൊരു പേരും കൂടി കിട്ടി. എന്താണ്? വേറെ പേരല്ല, വേറൊരു ഇക്വേഷനും കൂടി കിട്ടി. ഇഫേർട്ടാം ഡിവൈഡഡ് ബൈ ലോഡാം. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കണ്ടാവുക നമുക്ക് ഇഫേർട്ടാമും ലോഡാമും തന്നിട്ടുണ്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ ഞാൻ ഇഫേർട്ടും ലോഡും മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇഫേർട്ടാമും ലോഡാമും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളിപ്പോ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ലിവറിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായത് അല്ലെ? ലിവർ എന്താ റിജിഡ് റോഡാണ്, അത് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫൽക്രം പഠിച്ചു. ഫൽക്രം എന്താന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ടോ? എന്താണെന്നറിയോ? നമ്മൾ ലിവറിന് 3 ഓർഡേർഡ് ലിവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ ആൻഡ് തേർഡ് ഓർഡർ ലിവർ. നമ്മളിങ്ങനെ 3 എണ്ണത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ വെച്ച്, ലോഡും ഇഫേർട്ടും ഫൽക്കത്തിന്റെ പൊസിഷൻ വെച്ച് നമ്മൾ 3 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓർപ്പല്ലേ? എല്ലാവരും ഒരെണ്ണം മിസ്സിനെ നോക്കി ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നത്? അതോ എല്ലാവരും ഇടയ്ക്ക് വെച്ച് പോസൊക്കെ ആക്കി പോകോ? ഇല്ലല്ലോ, എല്ലാവരും ക്ലാസ് ഒറ്റയടിക്ക് കേട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഒറ്റയടിക്ക് ഒരു പോർഷൻ തീർത്തു നമ്മള്. ഓക്കെ, അപ്പൊ മിസ് എന്താ പറഞ്ഞത്? നമ്മളെന്താ 3 ടൈപ്സ് ഓഫ് ലിവറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതാ? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ ആൻഡ് തേർഡ് ഓർഡർ ലിവർ. ഇത് 3ഉം എന്ത് ബേസിസിലാന്ന് അറിയോ? പൊസിഷനിങ്, അതായത് ഫൽക്കത്തിന്റെയും ഇഫേർട്ടിന്റെ ലോഡിന്റെ പൊസിഷനിങ് അനുസരിച്ചാണ് ഇത് 3 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫൽക്കർ നടുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, എന്നാലല്ലേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഇല്ല, കുറെ കേസിൽ നമുക്ക് ഫൽക്കത്തിന്റെ പൊസിഷൻസ് ഒക്കെ മാറ്റാൻ പറ്റും. അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ട് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാരും മിസ്സിന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ പഠിക്കാം. ആദ്യം എന്താണെന്ന് അറിയോ? ഫസ്റ്റ് ഓർഡർ ലിവർ. എന്താണ് ഫസ്റ്റ് ഓർഡർ ലിവർ? ഫസ്റ്റ് ഓർഡർ ലിവർ, അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ ലിവറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ്? ഫൽക്രം എവിടെ ആയിരിക്കും? സെന്ററിൽ തന്നെ ആയിരിക്കും. ഫൽക്കത്തിന്റെ 2 അറ്റത്തും എന്തായിരിക്കും? ലോഡും ഇഫേർട്ടും. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്? എന്താ? ഫൽക്രം സെന്ററിലും ലോഡും ഇഫേർട്ടും ഓപ്പോസിറ്റ്, അതിന്റെ അപ്പുറം ഇപ്പുറം ആയിരിക്കും. നമ്മൾ ഇത്ര നേരം നോക്കിയ കേസ് തന്നെ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. If the fulcrum is in between the load and the effort, it is called first order liver. എന്താണ്? ഫൽക്രം എന്താണ്? ലോഡിന്റെയും ഇഫേർട്ടിന്റെയും നടുക്കാണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നു കേട്ടോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്, എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാന്നുള്ളത്. In a common balance, the effort arm and the load arm are എന്താ?
ഒരു കോമൺ ബാലൻസിൽ, കോമൺ ബാലൻസ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ, ത്രാസ്. ആ ത്രാസില് ഇഫർട്ടാമും ലോഡാമും ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കോ ഈക്വൽ അല്ലായിരിക്കോ? ഏതാണ് കോമൺ ബാലൻസ് എന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗം തന്നെ എന്താ? ഇപ്പുറത്തിടുന്ന വെയിറ്റും ഈക്വൽ ആക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ കോമൺ ബാലൻസിൽ ഇതാക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഫൽക്കത്തിൽ നിന്നുള്ള രണ്ട് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആവണ്ടേ, എന്നാലല്ലേ ഈക്വൽ ആവുള്ളൂ അല്ലേ? ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇത് ഇങ്ങനെയാണെങ്കിലോ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എപ്പോഴും എന്താ? ലോഡാമോ ഇഫർട്ടാമോ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്താണ്? ഈക്വൽ ആയിരിക്കണം. ഹെൻസ് ദ ലോഡ് ആൻഡ് ദ ഇഫർട്ട് വിൽ ബി ഈക്വൽ. ദാറ്റ് മീൻസ് ലോഡാമും ഇഫർട്ടാമും ഈക്വൽ ആണെങ്കിൽ, അതായത് ഇത്ര ഉള്ളൂ, മിസ് വരച്ച് കാണിച്ചു തരാം. അതായത് ഇതാണ് ഒരു ത്രാസ് എന്ന് വെച്ചാൽ കോമൺ ബാലൻസ് ആണെന്ന് വിചാരിക്കൂ. അയ്യോ, മിസ് വരച്ചപ്പോഴേക്കും ലെങ്ത് ഇത്തിരി കുറഞ്ഞു അല്ലേ? കറക്റ്റ്, ഓക്കെ, കറക്റ്റ്, ഏറെക്കുറെ കറക്റ്റ്. അപ്പോൾ ഇത് ലോഡാണ്, അല്ല ഇത് ഇഫർട്ടാണ്, ഇത് ലോഡാണ്. ഓക്കെ, ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയാലല്ലേ ഇത് രണ്ടും ഈക്വലായി എന്നർത്ഥം എന്താ? ഇവിടെ ഉണ്ടാവുന്ന വെയിറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? ഇഫർട്ടും ലോഡും ഈക്വൽ ആകുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താ? ഇഫർട്ടാമും ലോഡാമും ഈക്വൽ ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? ഇഫർട്ടും ലോഡും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? മനസ്സിലായോ? അതായത് ഇഫർട്ടാമും ലോഡാമും ഈക്വൽ ആയി, അതായത് ആ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയെങ്കിൽ ദാറ്റ് മീൻസ് എന്താ? ഇഫർട്ടും ലോഡും ഈക്വൽ ആണെന്നല്ലേ? അത് ഈക്വൽ ആവുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഈ ഡിസ്റ്റൻസും ഈക്വൽ ആവുന്നത്. അതാണ് മിസ് പറഞ്ഞത്. ഹെൻസ് ദ ലോഡ് ആൻഡ് ഇഫർട്ട് വിൽ ബി ഈക്വൽ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. വാട്ട് അബൌട്ട് വൈൽ യൂസിങ് എ സിസർ? സിസർ എന്താന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കത്രിക. കത്രികയിൽ ഫൽക്ര ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. ഫൽക്ര ഉണ്ട്, കാരണം എന്താ? നമ്മുടെ സെൻട്രലിലെ കത്രിക എങ്ങനെ ഇരിക്കുക? ഇങ്ങനെയല്ലേ ഇരിക്കണ്ടാവുക. മിസ്സിന്റെ കത്രിക നിങ്ങൾ ആരും ഒന്നും പറയരുത്. ഏറെക്കുറെ ശരിയാണ്. ഓക്കെ, ദൈവം ഭാഗ്യം. അതായത് സെൻട്രലിലല്ലേ? സെൻട്രലിലാണല്ലോ എന്താ ഫൽക്ര ഉണ്ടാവുക അല്ലേ? ഫൽക്രം സെൻട്രലിലാണ് ഉണ്ടാവുക. അപ്പൊ എന്തോ scissors are the first class lever system where the fulcrum is in between the load and effort. ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ഇഫേർട്ട്, ഇവിടെയാണ് ലോഡ്. അപ്പൊ ഫൽക്രം എത്രയാ? സെൻട്രലല്ലേ? അപ്പൊ എന്താ? ഫൽക്രം സെൻട്രലാന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ ഫൽക്രം എന്താ? സെൻട്രലിലും. നമ്മൾ ഇവിടെ അല്ലേ കൊടുക്കുക? നമ്മളിങ്ങനെ സിസേഴ്സ് പഠിക്കുമ്പോൾ ഇവിടെ അല്ലേ കൊടുക്കണ്ടാവാ? ഇവിടെ അല്ലേ സിസേഴ്സ് കൊടുക്കണ്ടാവാ? ഇവിടെ എന്താ? ഇഫേർട്ട് അല്ലേ? ഇവിടെയാണ് ഇഫേർട്ട്, ഇവിടെയാണ് ലോഡ്. ഫൽക്രം എവിടെയാ? സെൻട്രൽ പൊസിഷൻ. ഈ സാധനം ഇത് ഇങ്ങോട്ടോ നീക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കത്രിക പൊട്ടിന്നല്ലേ നമ്മൾ പറയാറ്? അതെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫൽക്രം എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ഇഫേർട്ട്. മനസ്സിലായില്ലേ? ഓക്കെ. While using a crowbar to move a stone as shown in figure 7.11a, should you increase the effort arm or load arm to enhance the mechanical advantage? അതായത് നമ്മൾ ഈ ഫിഗർ കണ്ടായിരുന്നില്ലേ? എന്താണ് നമ്മുടെ ഈ ഫിഗർ? ഇതല്ല, ഇതാണെന്ന് വിചാരിക്കുക. ഇത് തന്നെയാണ് മിസ് നേരത്തെ കേസിലും ഉണ്ടായത്. അതായത് ഇതിന്റെ എൻഹാൻസ്, നമ്മൾ ഈ ഇഫേർട്ട് ആമും ലോഡ് ആമിന് ചേഞ്ചസ് വരുത്തിയാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് മീൻസ് എന്തിനാണ് ചേഞ്ചസ് വരുത്തേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ഇഫേർട്ട് ആമിനാണോ നമ്മുടെ ലോഡ് ആമിനാണോ ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം, നമ്മളെവിടെ എത്തിയത്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് MA = എന്താ? ഇഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം എന്നല്ലേ? ആണല്ലോ. ഇഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഷുഡ് യു ഇൻക്രീസ് ദ ഇഫേർട്ട് ആം ഓർ ലോഡ് ആം ടു എൻഹാൻസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഏതാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? ഇഫേർട്ട് ആം ആണോ ലോഡ് ആം ആണോ? ഏതായിരിക്കും? അഫ്കോഴ്സ് ഇഫേർട്ട് ആം ആണ്. കാരണം എന്താന്ന് പറയട്ടെ? ഇതെന്താ? MAക്ക് ആര് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? എന്ത്? നമ്മുടെ ഇഫേർട്ട് ആം എന്ന് പറയണത് അല്ലേ? MAക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ഇഫേർട്ട് ആം. പക്ഷെ MAക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ലോഡ് ആം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത്
ലോഡ് ആം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് എം എക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ത് നമ്മുടെ എന്താ അല്ല ലോഡ് ആം എന്ന് പറയുന്നത്. അതായത് ഇ എ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് എം എക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് നമ്മുടെ ലോഡ് ആം എന്ന് പറയണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ലോഡ് ആം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എം എ കുറയുന്നു. പക്ഷെ ഇവിടെ എന്താ? ഇ എ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എം എ ഓട്ടോമാറ്റിക്കലി കൂടും. ദാറ്റ് മീൻസ് എന്തിനാണ് ചേഞ്ചസ് വരുത്തണ്ടേ? എന്തിനാണ്? നമ്മുടെ ഇഫർട്ടാമിനാണ് ചേഞ്ചസ് വരുത്തേണ്ടത് കേട്ടോ. എന്താണ്? ഇഫർട്ടാമിനാണ് ചേഞ്ചസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ്? ഈ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അപ്പൊ എന്തായിരിക്കും? എന്താ? എം എ കൂട്ടണമെങ്കിൽ നമ്മൾ എന്താ? ഇ എ കൂട്ടിയല്ലേ? ഇ എ കൂട്ടി അല്ലേ? അപ്പോൾ എന്താണ്? അഫ്കോഴ്സ് ഇത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അല്ലേ? ഒന്നിനെക്കാട്ടും കൂടുതലാവാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ? എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ്? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം എന്താ? ഇ എൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ? അഫ്കോഴ്സ് അത് കൂടിയ എന്തായിരിക്കും? 1നെക്കാട്ടും കൂടുതൽ ഡിവൈഡ് ബൈ ഉണ്ടല്ലോ. അപ്പൊ 1നെക്കാട്ടും എന്തായാലും കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആട്ടോ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ലോഡ് ആം ഈസ് ഇൻക്രീസ്ഡ് മോർ ദാൻ ലെങ്ത് ഓഫ് ദ ഇഫർട്ട് ആം, വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അതായത് ലോഡ് ആം ഇൻക്രീസ് ചെയ്തു, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാ? ഇഫർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം അല്ലേ? ആണല്ലോ. നമ്മൾ എന്താ കൂട്ടിയത്? ലോഡ് ആം ആണ് കൂട്ടിയത്. ലോഡ് ആം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? എം എ കുറയില്ലേ? എം എ നല്ല രീതിക്ക് കുറയല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതെന്താ? ലെസ് ദാൻ 1 ആണ്. എന്താണ്? ലെസ് ദാൻ 1. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ ഓറിയന്റഡ് ആയിട്ട് മാത്രം ശ്രദ്ധിക്കാട്ടോ. എന്താണ്? എം എ ഈക്വൽ ടു ഇ എ ബൈ എൽ എ ആണ്. നമ്മൾ എൽ എ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എം എ എന്തായാലും കുറയുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. Okay. The uses of crowbar to move a heavy stone, the effort arm is significantly lower than the load arm. Therefore, the mechanical advantage is greater than 1. Miss പറഞ്ഞില്ലേ? Greater than. അപ്പൊ എന്താ? ഇവിടെ എന്താ? ഇഫർട്ട് ആം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ലോഡ് ആം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എം എ എന്തായാലും കുറയുന്നു. ദാറ്റ് മീൻസ് എം എ ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. ഇത് നോക്കിയേ, ഇതെന്താ? ഫസ്റ്റ് ഓർഡർ. ഇത് നമുക്ക് എത്താം, ഫസ്റ്റ് ഓർഡറിലേക്ക് എത്താം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ കാര്യമാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പൊ എന്താ? ഫൾക്രം ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഇഫർട്ട് കേട്ടോ. ഫൾക്രം ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഇഫർട്ട് ഈക്വൽ ടു 1 എന്നും പറയാം. നമുക്ക് ചില കേസിൽ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ 1 എന്ന് പറയാം. ലെസ് ദാൻ 1 എന്നും പറയാം. ലെസ് ദാൻ 1 എന്നും പറയും. കാരണം ചില കേസിൽ ലോഡ് ആം കൂടി മെക്കാനിക്കൽ ആം കുറഞ്ഞു, ഇഫർട്ട് ആം കൂടി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടി അല്ലെ? ആ കേസൊക്കെ നമുക്ക് പറയണ്ടല്ലേ? മെയിൻ ആയിട്ട് ഈക്വൽ ടു 1 ആ. കാരണം രണ്ടും ഒരേപോലെ നിൽക്കുന്നതുകൊണ്ട് ഈക്വൽ ടു 1 ആകും. ചില കേസിൽ ലോഡ് ആം കൂടിക്കഴിഞ്ഞാൽ ഇഫർട്ട് ആം കുറയും, അല്ല മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയും. പക്ഷെ ഇഫർട്ട് ആം കൂടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് ഓരോ പഠിക്കുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഓർഡർ ആട്ടോ. സെക്കൻഡ് ഓർഡർ നോക്കിയേ. സെക്കൻഡ് ഓർഡറിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ എന്താ? ഫൾക്രം സെന്ററിലും എന്താ ഇഫർട്ടും ലോഡും അപ്പുറത്തുപ്പുറത്താണെന്നാ പറഞ്ഞ. ഇനി നമ്മൾ നോക്കാം, ഫൾക്രം ഒരു എൻഡിലും ലോഡ് ആം സെന്ററിലും ഇഫർട്ട് ആം അറ്റത്തും. എന്താണ്? ഫൾക്രം അറ്റത്തും ലോഡ് ആം സെന്ററിലും ഇഫർട്ട് ആം അറ്റത്തും ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ഫൾക്രം സെന്ററിലായിരുന്നെങ്കിൽ ഇപ്പൊ ആരാ സെന്ററിൽ? നമ്മുടെ ലോഡാണ് സെന്ററിലാണ്. എന്താണ്? ലോഡാണ് സെന്ററിൽ ഉണ്ടാവുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ലോഡ് സെന്ററിലാന്ന് പറഞ്ഞു. ഇഫർട്ട് അറ്റത്താണ്, ഫൾക്രം ഇങ്ങേറ്റത്താണ് കേട്ടോ. അപ്പൊ അതേ നോക്കാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലെ? ഇഫ് ദ ലോഡ് കം ഇൻ ബിറ്റ്വീൻ ദ ഇഫർട്ട് ആൻഡ് ഫൾക്രം ഇറ്റ് ഈസ് കോൾഡ് എന്താ? സെക്കൻഡ് ഓർഡർ ലിവർ. എന്താണ്? ലോഡ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഫൾക്രമോ ഒരറ്റത്ത്, ഇഫർട്ട് ഒരറ്റത്ത്. അപ്പൊ ലോഡ് ആയിരിക്കും സെന്ററിൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ കേട്ടോ. മാറിപ്പോയത് ലോഡ് സെന്ററിൽ വന്ന അതെന്താണ്? സെക്കൻഡ് ഓർഡർ ലിവർ ആട്ടോ. Where will be the fulcrum in the second order liver? എവിടെയാണ്? fulcrum in the second order liver is situated at the
വൺ എൻഡ് ഓഫ് ദ ലിവർ. ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും, അത് മിസ് പറഞ്ഞല്ലേ, ഒരു എൻഡിലായിരിക്കും എന്ത് നമ്മുടെ ഫൾക്രം ഉണ്ടാവുക. വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് ലോഡ്? ലോഡ് എവിടെ ഇരിക്കും? സെൻട്രലിലല്ലേ? മിസ് പറഞ്ഞില്ലേ ലോഡ് എവിടെ ഇരിക്കും? സെൻട്രലിലാ അല്ലേ? അപ്പൊ നമുക്ക് എന്താ ലോഡ് സെൻട്രലിലാന്ന് പറയാം. ഈസ് ബിറ്റ്വീൻ ഇൻ ദ ഫൾക്രം ആൻഡ് ദ ഇഫേർട്ട്. ഫൾക്രത്തിന്റെ ഇഫേർട്ടിന്റെ നടുക്കാണെങ്കിൽ അതിന് എന്ത് പറയും? ലോഡ് നടുക്കായിരിക്കും. അതാണ് എന്ത് സെക്കൻഡ് ഓർഡർ ലിവർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ സെക്കൻഡ് ഓർഡർ ലിവർ? If arm and lord arm are equal, if arm is longer than lord arm, if arm is shorter than lord arm. നമുക്ക് നോക്കാം. ഇത് നോക്കേ, ലോഡ് ആം എന്താ ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ. എന്താണ് ലോഡ് ആം ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ. പക്ഷെ ഇഫർട്ട് ആം നോക്കി ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടല്ലേ. ഇഫർട്ട് ആം എന്ന് പറയുന്നത് ഫൽക്കത്തിൽ നിന്നും ഇഫർട്ട് വരെ ഉള്ളതാണല്ലോ ഇഫർട്ട് ആം എന്ന് പറയണത്. അതായത് ഫൽക്കത്തിൽ നിന്നും ഇഫർട്ട് വരെ ഉള്ളതാണ് ഇഫർട്ട് ആം എന്ന് പറയുന്നത്. അപ്പൊ ഇഫർട്ട് ആം എന്താ ഗ്രേറ്റർ ആണ്, ലോഡ് ആം എന്താ കുറവാ അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? Effort arm is longer than load arm. എന്താണ് effort arm is longer than load arm. Okay. Then the mechanical advantage of the second order lever will be എന്താ effort arm അല്ലേ കൂടുതൽ? effort arm ആണ് കൂടുതൽ, load arm കുറവാണ്. That means MA എന്തായിരിക്കും? കൂടുതലല്ലേ? നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ, ഇഫർട്ട് ആം കൂടിക്കഴിഞ്ഞാൽ എന്താ MA ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പൊ എന്താ ഗ്രേറ്റർ ദാൻ 1. സിമ്പിൾ. ഇതെല്ലാം കണക്റ്റഡ് ആട്ടോ. സിമ്പിൾ കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. സെറ്റ് അല്ലേ? ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞല്ലോ. നമ്മുടെ സെക്കൻഡ് ഓർഡറിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എക്സാമ്പിൾസ് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. വേറെ എന്താ, നമ്മുടെ നട്ട് ക്രാക്കർ ഇല്ല, നമ്മളെ ഇപ്പൊ ഒരു സീസർ പോലെ തന്നെ ഇരിക്കും, പക്ഷെ അതിൻ്റെ എന്താ ഈ അറ്റമായിരിക്കും ഫൾക്രം ഉണ്ടാവുക, ഈ നടുക്ക് ലോഡും അറ്റത്താണ് ഇഫേർട്ട് ഉണ്ടാവുക. പിന്നെന്താ ബോട്ടിൽ ഓപ്പണർ അതൊക്കെ എന്താ നമ്മുടെ സെക്കൻഡ് ഓർഡർ ലിവറിന്റെ എക്സാമ്പിൾ ആട്ടോ. സെറ്റ് അല്ലേ? സിമ്പിൾ. അപ്പൊ നമുക്ക് ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറയും. അപ്പൊ എന്താ നമുക്ക് എന്താ പറയാ? ബോട്ടിൽ ഓപ്പണർ, നട്ട് ക്രാക്കർ, സ്റ്റേപ്ലർ ഒക്കെ നല്ല എക്സാമ്പിൾ ആട്ടോ ഇതിന്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ലിവർ. ഏതാണ്? ലാസ്റ്റ് ലിവർ ആയ നമ്മുടെ ലോഡ് ആം ആണ്. തേർഡ് ഓർഡർ ലിവർ ആണ്. എന്താണ്? തേർഡ് ഓർഡർ ലിവർ ആണ്. തേർഡ് ഓർഡർ ലിവറിൽ എന്താ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ ആരായിരുന്നു സെൻട്രലിൽ? ഫൾക്രം ആയിരുന്നു. സെക്കൻഡ് ഓർഡറിൽ ആരായിരുന്നു സെൻട്രലിൽ? ലോഡ് ആയിരുന്നു. അപ്പൊ തേർഡ് ഓർഡറിൽ ആരായിരിക്കും സെൻട്രലിൽ ഉണ്ടാവുക? ഇഫേർട്ട് ആയിരിക്കും എന്ത് സെക്കൻഡ് ഓർഡറിൽ സെൻട്രലിൽ ഉണ്ടാവുക. എന്താണ്? ഇഫേർട്ട് ആണ് എന്ത് സെൻട്രലിൽ ഉണ്ടാവുക കേട്ടോ. സെൻട്രലിൽ നമുക്ക് എന്താ ഇഫേർട്ട് ആണ് സെൻട്രലിൽ ഉണ്ടാവുക. ലോഡ് എന്താണ്? ഒരു അറ്റത്തായിരിക്കും. ആൻഡ് ഓൾസോ ഫൾക്രം എന്താ വേറൊരു അറ്റത്തായിരിക്കും. അപ്പൊ അതിനാണ് എന്ത് പറയാ? തേർഡ് ഓർഡർ liver എന്ന് പറയാ. If the effort come in between the load and the fulcrum, it is called third order liver. അതായത് ഇഫേർട്ട് ആണ്, ഫൾക്രത്തിന്റെയും ലോഡിന്റെയും നടുക്ക് ഇഫേർട്ട് വന്നാൽ അതിന് എന്ത് പറയുന്നു? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയാട്ടോ. ഇൻ തേർഡ് ഓർഡർ ലിവർ വിച്ച് ആം ഈസ് ലോങ്ങർ? ഏത് ആമാണ് ലോങ്ങർ ഉണ്ടാവുക? ഇഫേർട്ട് ആം അല്ലേ, സോറി ലോഡ് ആം അല്ലേ? കാരണം എന്താ, ലോഡ് ആം ഒരു മൂലക്കല്ലേ, ഇഫേർട്ട് അല്ലേ നടുക്ക്. നമുക്ക് എന്ത് പറയാം? ലോഡ് ആമാന്ന്. പിക്ചറിൽ തന്നെ ഉണ്ടല്ലേ, പിക്ചറിൽ തന്നെ ഇല്ലേ? എന്താണ് ലോഡ് ആം ഇങ്ങനെ അറ്റത്താല്ലേ, ഫൾക്രത്തിൽ നിന്നും ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ലോഡ് ആം എന്ന് പറയുന്നത്. ലോഡ് അറ്റത്തായതുകൊണ്ട് ലോഡ് ആം ആണ് കൂടുതൽ. വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ തേർഡ് ഓർഡർ? ഇതെന്തായിരിക്കും? നമുക്ക് നോക്കാം. MA ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ LA ആണല്ലോ. ഇവിടെ LA ആണല്ലേ കൂടുതൽ. അപ്പൊ എന്താണ് MA എന്ത് സംഭവിക്കുന്നു? കുറയില്ലേ? എന്താണ് MA കുറയും. ദാറ്റ് മീൻസ് എന്താ? ലെസ് ദാൻ 1 ആണ് കേട്ടോ. എന്താണ്? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് ഈ ഇക്വേഷൻ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം. ഭയങ്കര ഈസിയുമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? MA ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഏതാ? നമ്മുടെ ഈ ഐസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനെ പിടിക്കണ സാധനം ഉണ്ടാവല്ലോ, അത് ഫിഗർ ഉണ്ട് കണ്ടോ. ഇതും അതായത് നമ്മളിപ്പോ ഇതെന്താ, ഇത് ഒരു നട്ട് ഇങ്ങനെ ക്രാക്ക് ചെയ്യണ ഇങ്ങനെ പിടിക്കണ സാധനമാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഐസും അല്ലെങ്കിൽ മറ്റേ ചപ്പാത്തി, അങ്ങനെ കാറ്ററിംഗുകാരൊക്കെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്തു വെക്കാനായിട്ട് ഒരു സാധനം, ഒരു പ്ലക്കർ പോലത്തെ സാധനം ഇല്ലേ, അതൊക്കെ എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? തേർഡ് ഓർഡറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാട്ടാ. പിന്നെന്താ, ഇതൊരു എക്സാമ്പിളാണ്. കാരണം നോക്കിയേ, നമ്മുടെ ഫൾക്രം ഒരു അറ്റത്താണ്. ഓക്കെ,
ലോഡ് നമ്മൾ പിടിക്കണത് എന്താ, ഇവിടെ ആയിരിക്കും പിടിക്കണുണ്ടാവുക. ഇവിടെ അല്ലേ നമ്മൾ കൊടുക്കുന്ന ഇഫേർട്ട്, ലോഡ് എന്തായിരിക്കും അവിടെ അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഫോർസെപ്പ് ആണ് ഇതിന്റെ പേര്, ഫോർസെപ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്, തേർഡ് ഓർഡറിന്റെ എക്സാമ്പിൾ ആട്ടോ, തേർഡ് ഓർഡറിന്റെ എക്സാമ്പിൾ ആണ്. The effort is greater than load in the third order lever. If so, what is the advantage of using a third order lever? അപ്പൊ നമുക്കറിയാം ഇവിടെ ഇഫേർട്ട് ആണ് എന്ത്, ഇഫേർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ്. ലോഡിനെക്കാട്ടും കൂടുതലാണ് ഇഫേർട്ട്. നമ്മൾ എന്താ സിമ്പിൾ മെഷീൻ യൂസ് ചെയ്തത് എന്തിനാ, നമ്മുടെ ഇഫേർട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ നമ്മൾ സിമ്പിൾ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ ഇഫേർട്ട് നല്ല രീതിക്ക് കൊടുക്കണം. അപ്പൊ ഇതുകൊണ്ട് എന്താ ഗുണം, അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്നാ നോക്കണ്ടേ. എന്താ അഡ്വാൻറ്റേജ് ഉണ്ട്. ദ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്പ് ടു ഹാൻഡിൽ ഒബ്ജക്ട് സേഫ്ലി വിത്ത് ഈസി. അതായത് എന്താ, നമ്മൾ ഇപ്പൊ മറ്റേ ഫോർസെപ്പിന്റെ കേസാണ് നമ്മളത് ഹോൾഡ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് ഈസിലി ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ എന്തുണ്ട്, അപ്പൊ ഇത് ഇത്തിരി ഇഫേർട്ട് എടുത്താലേ നമുക്ക് സാധനം സൂപ്പറായിട്ട് കിട്ടിയാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ഈസി വേ ആണെന്ന് പറയാട്ടോ, ഈസി ടു ഹാൻഡിൽ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായി. നമുക്കറിയാം സെക്കൻഡ് ഓർഡറിൽ ആരായിരിക്കും സെൻട്രൽ ഉണ്ടാവുക, ആരാ സെൻട്രൽ ഉണ്ടാവുക, മിസ് എന്താ പറഞ്ഞ, സെക്കൻഡ് ഓർഡറിൽ ആരാ സെൻട്രൽ ഉണ്ടാവുക എന്നാ പറഞ്ഞിട്ടുണ്ടായത്, നമ്മുടെ ലോഡ് അല്ലേ സെൻട്രൽ ഉണ്ടാവുക. അപ്പൊ ലോഡ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് ഇഫേർട്ട് നമ്മൾ പഠിച്ചതാ അല്ലേ. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ആരായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഇവിടെ എന്താ ലോഡ് കൂടുതൽ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കോ ലെസ് ദാൻ 1 ആയിരിക്കോ, എന്താ ഗ്രേറ്റർ ദാൻ 1 അല്ലേ, ഗ്രേറ്റർ ദാൻ 1 അല്ലേ, ഗ്രേറ്റർ ദാൻ 1, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ കേസിലോ തേർഡ് ഓർഡറിൽ എന്താണ്, നമ്മുടെ ഇഫേർട്ട് അല്ലേ നടുക്ക്, ഇഫേർട്ട് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് ഇഫേർട്ട്, ഫൾക്രം ആൻഡ് ലോഡ് കേട്ടോ, ഫൾക്രം ആൻഡ് ലോഡ്. അപ്പൊ ഇവിടെ എന്താ ലെസ് ദാൻ 1 അല്ലേ, എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ലെസ് ദാൻ 1. അപ്പൊ ഇതേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ, നമ്മളിപ്പോ ഇതേ ലിവർ എന്താണെന്ന് നോക്കി, ലിവറിന്റെ 3 ഓർഡറും നോക്കി. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, മിസ് ക്ലാരിഫൈ ചെയ്തുതരാം. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഓക്കെ ദെൻ ബൈ.